അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണം കേരളത്തിൽ ഇന്ന് വളരെ ചർച്ചാ വിഷയമാണ്. ആ 22കാരൻ്റെ മരണത്തെപ്പറ്റി ദുരൂഹമായ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വളരെ ധൈര്യശാലിയായ ആ പയ്യനെ ഇതുപോലൊരു ആപത്ത് തന്നെ വരുത്തി വെക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ജനങ്ങൾക്ക്. എന്തായാലും ഇന്ന് ആ കോളേജിലെ ഡോക്ടർ റാമിനെ മുൻകൂർ ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി നിഷേധിച്ചു. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. അദ്ദേഹം ഇനി ഹൈക്കോടതി പോവുമായിരിക്കാം. അദ്ദേഹം ഒളിവിലാണ്. അതേസമയത്ത് അത് രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്കും ഇന്ന് ജാമ്യം ലഭിക്കുകയുണ്ടായി. അതേസമയത്ത് ഡോക്ടർ റാമിൻ്റെ ജാമ്യം നിഷേധിച്ചു. ഡോക്ടർ റാമിൻ്റെ പ്രവൃത്തി, ആ കുട്ടിയോട് കാണിച്ച പ്രവൃത്തി മൂലമാണ് ആ കുട്ടി ജീവൻ വെടിയാൻ കാരണം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ 4ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പളും 2-3 ലേഡി ടീച്ചേഴ്സും ഈ പയ്യനെ നിതിൻ രാജിനെ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി ശകാരിച്ചു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. വളരെ നിസ്സഹായാവസ്ഥയിൽ നിതിൻ രാജ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന നമുക്ക് കാണാം. അവിടെ 2-3 ലേഡി ടീച്ചേഴ്സുണ്ട് പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ. ഇവരെല്ലാം ആ പയ്യനെ ശകാരിച്ചു. ഒരു 11-11:15 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 11:30 മണിക്ക് അവിടെ നിന്ന് 4ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി എന്നാണ് പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ചില പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ട്. ആ കോളേജ് അബ്ദുൽ ജബ്ബാർ ഹാജി എന്ന ആളുടെ ഒരു ട്രസ്റ്റ്, അയാൾ ട്രസ്റ്റ് ചെയർമാനായ ഒരു കോളേജാണ്, ഒരു ഡെൻ്റൽ കോളേജാണ്, മെഡിക്കൽ കോളേജാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന് പല കേസുകളും അദ്ദേഹത്തിനെതിരായിട്ടുണ്ട് എന്ന് പറയുന്നത്. MK അബ്ദുൽ ജബ്ബാറിന് നിരവധി കേസുകളുണ്ടെന്നാണ് പുറത്തു വരുന്നത്. ഏതായാലും അങ്ങനെയുള്ള ആ കോളേജിൽ ബൗൺസേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ പല ബൗൺസേഴ്സുകളും കുട്ടികളെ ഭീഷണിപ്പെടുത്താനും ഇതുപോലുള്ള സമരങ്ങളിലൊക്കെ പല ബൗൺസേഴ്സ് ഇടപെട്ട് കുട്ടികളെ മര്യാദ പഠിപ്പിക്കുമെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ ഡോക്ടർ റാം ഭീഷണിപ്പെടുത്തിയ സന്ദർഭത്തിൽ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടും വെളിച്ചി വരുന്നുണ്ട്. ഇപ്പോഴേ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. വലത് കാല് ഷോർട്ടനായി, ചെറുതായി, അത് ലാൻഡ് ചെയ്തപ്പം കാല് മുകളിലോട്ട് കയറിപ്പോയി, അത് ചെറുതായിപ്പോയി എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്നാൽ ഇടത് കാലിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ, ലാൻഡ് ചെയ്ത് വലത് കാല് കുത്തിയിട്ടാണെങ്കിൽ ഇടത് കാലിന് എന്താണ് ഒരു പരിക്കില്ലാത്തത്? സംശയം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. മുകളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടില്ല, വീണ് കിടക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. 11 കാലിന് അധ്യാപകരുടെ മുമ്പിൽ നിന്ന് പോയി 15 മിനിറ്റിനകം മരണപ്പെട്ടു നിതിൻ രാജ്. ഇതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രക്തം വന്നിരുന്നു. അത് പോസ്റ്റ്മോർട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂക്കിനകത്തു നിന്നോ നോസ്ട്രിൽ ചെവിക്കകത്തു നിന്നോ ബ്ലഡൊന്നും വന്നിട്ടില്ല. വായിക്കകത്തു നിന്നാണ് ബ്ലഡ് വന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇടതുവശം 4-5 റിബ്സുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇടതുവശം കോളർ ബോൺ ഒടിഞ്ഞിട്ടുണ്ട്. ഇടതുവശത്താണ് പരിക്ക്. എന്നാൽ വലതുവശത്തെ കാലൂന്നിയാണ്, കാലിലാണ് ലാൻഡ് ചെയ്തത് എന്നും വാർത്ത വരുന്നുണ്ട്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഈ 15 മിനിറ്റിനകം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. കാരണം ആ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയണം. ഇപ്പോൾ തന്നെ ഡോക്ടർ റാമിന് ഏതായാലും ജാമ്യം നിഷേധിച്ചു. അദ്ദേഹം ഇനി ഒളിവിലാണ്, ഹൈക്കോടതി പോകുമെന്ന് കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2ാം പ്രതിയായ സംഗീത നമ്പ്യാർ ഒളിവിലാണ് ഇപ്പോഴും. എങ്കിലും അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നാണ് വരുന്നത്. ഇനി പ്രിൻസിപ്പളും 3 പേരും അവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച് അവർ ശകാരിച്ച ശേഷമാണ് ഈ മരണം ഉണ്ടായത്. അപ്പം അത് അങ്ങനെ ഉണ്ടായ ഒരു മരണത്തിന് അബറ്റ്മെൻറ്റ് തന്നെ പറയേണ്ടി വരും. 308 പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ട് ആ വകുപ്പിനകത്ത് കയറും.
അതുകൊണ്ട് അവരും മുൻകൂർ ജാമ്യത്തിന് പോകും എന്ന് ഞാൻ കരുതുന്നു. അവരെ ഈ കേസിനകത്ത് പ്രതിയാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഈ കേസിൻ്റെ സ്വഭാവം വളരെ ദുരൂഹമാണ്. നല്ല ധൈര്യമുള്ള നിതിൻ രാജ് ഇങ്ങനെ വഴക്കുണ്ടായാൽ ജീവൻ വെടിയാനുള്ള ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന് സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവിടെ ദന്തൽ വിദ്യാർത്ഥിയായി BDSലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് വന്ന് ജോയിൻ ചെയ്ത് പഠനം തുടരാനുണ്ടായ അദ്ദേഹത്തിൻ്റെ ശ്രമം 2 പ്രാവശ്യം ഒപ്പം മെറിറ്റ് കിട്ടാതിരുന്ന ആ വ്യക്തി 3ാമത്തെ ചാൻസിലാണ് മെറിറ്റ് തന്നെ അവിടെ അഡ്മിഷൻ വാങ്ങിച്ച്. അതുകൊണ്ട് ജീവിതത്തെ നേരിടാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മരണത്തിൽ സംശയമുണ്ട്. അക്കാര്യം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും എന്ന് കരുതുന്നു.